കുട്ടികളുടെ പല്ല് പറിക്കുന്നത് വലിയ സംഭവമാണോ? സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർക്കത് വലിയ സംഭവം, ഭീകരമായിട്ടുള്ള സംഭവം തന്നെയാണ്. എല്ലാവർക്കും ഒരുപോലെ ധൈര്യം ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് കുറേ പേരൊക്കെ ഡെൻ്റൽ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അവിടെ പോയി 10-200 രൂപയൊക്കെ കൊടുത്തിട്ടേ പല്ല് പറിക്കാറുള്ളൂ. എന്നാൽ ഞാൻ സാധാരണയായിട്ട് പല്ല് പറിക്കുന്നത് നൂല് കൊണ്ട് കുടുക്കിയിട്ടിട്ട് പല്ലേ പിടിച്ചൊരു വലിച്ച് ഒരു വലി, പെട്ടെന്ന് പരിപാടി കഴിയും. പക്ഷേ പല്ല് നന്നായിട്ട് ആടിയാൽ മാത്രമാട്ടോ നമുക്കിതുപോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ കുട്ടികളുടെ, എനിക്ക് 3 കുട്ടികളാണ്, അതിൽ രണ്ടാമത്തെ ആളാണ്. സാധാരണ നമുക്ക് 7 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് ആദ്യത്തെ പല്ലൊക്കെ പറയുന്നത്. ആദ്യമായിട്ടുണ്ടാകുന്ന 2 പല്ലുകൾ ഒന്നുകിൽ മുകളിലായിരിക്കും അല്ലെങ്കിൽ താഴെ ആയിരിക്കും. ആ പല്ലുകൾ പറയുന്നത് 7 വയസ്സാകുമ്പോഴത്തേക്കാണ്. എൻ്റെ മോൾക്ക് 7 വയസ്സായിട്ടോ ഈ ജൂലൈയിൽ. അവളുടെ ഇത് രണ്ടാമത്തെ പല്ലാണ് ഇത് പറിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കുടുക്കിടുന്ന രീതിയാണ് ആദ്യം കാണിച്ചത്. അത് കഴിഞ്ഞൊരു ഒറ്റ വലി. ചിലപ്പം ആദ്യത്തെ വലിക്ക് വന്നില്ലെന്ന് വരും, എങ്കിലും നമ്മൾ വിഷമിക്കേണ്ട, വീണ്ടും ഒന്നുകൂടി കെട്ടിയിട്ട് ഒറ്റ വലി വലിച്ചാൽ മതി. പിള്ളേർ പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്ന നിമിഷത്തിൽ തന്നെ നമുക്ക് പല്ല് പറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ചില പിള്ളേർ ആദ്യത്തെ ആ ഒരു വലിയും ചോരയും അതും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും പിള്ളേരെക്കാളും ടെൻഷനായിരിക്കും മുതിർന്നവർക്ക്. ടെൻഷൻ അടിക്കേണ്ട ഒരു സംഭവമില്ല. പറിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ ആ ഒരു വേദനയും കാര്യങ്ങളും ഒക്കെ പൊക്കോളും. പറിക്കുന്നതിന് പ്രത്യേകിച്ച് വേദനകളോ ഒന്നുമില്ല. പിന്നെ കുറച്ച് ഐസ് വെള്ളമോ ഐസൊക്കെ കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ചോര അങ്ങ് നിന്നോളും. മാക്സിമം 1-2 മിനിറ്റിനുള്ളിൽ ചോരയൊക്കെ നിർത്തിക്കോളും. പിന്നെ നന്നായിട്ട് കഴുകി നമ്മൾ മോണ നന്നായിട്ട് കൂട്ടി തിരുമ്മി കൊടുക്കണം. മോണ നന്നായിട്ട് തിരുമ്മി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല നിരനിരയായിട്ടുള്ള പല്ലുകൾ വരും, വിടവൊന്നും ഇല്ലാതിരിക്കും. അതുപോലെ കോമ്പലുകൾ വരാനുള്ള അങ്ങനത്തെ ചാൻസുകളൊക്കെ കുറയും. പിന്നെ നല്ല ഭംഗിയുള്ള പല്ലുകൾ നമുക്ക് കിട്ടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.